എവിടെ വ്യക്തമായി അറിയുന്നില്ലയോ അവിടെ വസ്തു മറ്റൊരു രൂപത്തിൽ പ്രകടമാവും. ഇല്ലാത്ത ഒരു രൂപം. അതാണ് മായ കാണിക്കുന്ന വിക്ഷേപം. സന്ധ്യയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരു കയറ് കിടക്കുന്നു. ഇതൊക്കെ ഒരു ഉദാഹരണത്തിന് പറയുന്നേ ഉള്ളൂ. കയറും ബ്രഹ്മവും തുല്യമാണ് എന്നൊന്നും കരുതരുത്. ചിന്തിക്കാത്ത ചില ആളുകൾ പാലക്കാട്ട് വെച്ചൊരിക്കലൊരു പ്രിൻസിപ്പിൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേദാന്തമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ഈ രജ്ജു സർപ്പം എനിക്കിഷ്ടമല്ല. അതിപ്പോൾ അങ്ങയുടെ ഇഷ്ടം അനുസരിച്ചാണോ വേദാന്ത കാര്യങ്ങൾ പറയുന്നത്? ഇത് ചിലര് ഈ കാര്യം മനസ്സിലാക്കുകയല്ല. ഉടനെ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള രജ്ജു സർപ്പം പറഞ്ഞിട്ട് ഒന്നാം തരം ഉദാഹരണമാണ്. നമുക്കൊക്കെ പറ്റുന്ന ഒരബദ്ധമാണ് ഈ സന്ധ്യാസമയത്തും മറ്റും നടന്ന് പോകുമ്പോൾ എന്തെങ്കിലും വളഞ്ഞൊരു കയറ് അവിടെ കിടന്നാൽ സർപ്പമാണെന്ന് തോന്നും. കാറ്റത്തത് കുറേശ്ശെ ചലിക്കുമ്പോൾ സർപ്പം അഴയുന്നു. കയറിൻ്റെ ഒരു തല ഒന്ന് പൊങ്ങുമ്പോൾ അത് പത്തി പൊക്കുന്നു എന്നൊക്കെ വരെ തോന്നാം. മരണം വരെ സംഭവിക്കാം. ഈ ഭ്രമം കൊണ്ട് മരണം. എന്താ അവിടെ സർപ്പം കിടക്കുന്നു, അത് ഭയങ്കരമാണ്. പെട്ടെന്ന് രക്തചംക്രമണമൊക്കെ കൂടി ഹാർട്ട് നിന്നു വീണു. കാര്യമൊന്നുമില്ല, വെറും ഭ്രമം. അപ്പോൾ ഭ്രമം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. ഭ്രമം മരണം വരെ ഉണ്ടാക്കി എന്ന് വരാം. വസ്തു അറിഞ്ഞില്ലെങ്കിലോ നീണ്ടു നിൽക്കും ആ ഭയം. ഇവനൊരുപക്ഷെ അത് കയറാണ് അവിടെ കിടന്നത്, അത് കാണാതെ പാമ്പാണെന്ന് വിചാരിച്ച് വീട്ടിൽ പോയെന്ന് വിചാരിക്കുക. അന്ന് രാത്രി ഉറക്കം വരില്ല, പാമ്പിനെ സ്വപ്നം കാണും, നിലവിളിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഭ്രമമാണ് ഈ വ്യവഹാരം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ വ്യവഹാരം മുഴുവൻ ഉണ്ടാക്കുന്നത് ഭ്രമമാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതുന്നു. ഉള്ളതിനെ ഉള്ളതായി കരുതുക, ഭ്രമം തീരും. അപ്പോൾ ഭ്രമം തീരാൻ എന്താ മാർഗം? വസ്തുവിനെ വ്യക്തമായി പൂർണ്ണമായി അറിയണം. വസ്തുവിനെ പൂർണ്ണമായി അറിയാത്തിടത്തോളം നാനാതരം ഭ്രമങ്ങൾ അതിലുണ്ടാവാം. ഇപ്പൊ ഈ കയറിൽ പാമ്പിനെ കാണുന്നു വേദാന്തികൾ പറയുന്നുണ്ടേ. ചിലർ വിചാരിക്കും അതൊരു ജലധാര ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നതാണ്, ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് ചെറിയ, അങ്ങനെ തോന്നാം. ഒരു വടിയാണ് കിടക്കുന്നത് എന്ന് തോന്നാം. വേറെ പല ചിന്തകൾ വരാം. ഇതുപോലാണ് മരക്കുറ്റിയിൽ ഭൂതത്താനെ കാണുന്നു. ഭ്രമം നാനാതരത്തിലാവാം, പലർക്കും പലതരത്തിൽ. നേരെമറിച്ച് വസ്തു ഒരു തരത്തിലേ സാധ്യമാവും. ആര് കണ്ടാലും വസ്തു ഒരേ തരത്തിൽ. ഈ ഭ്രമം ഏതു തരത്തിലും ആകാമെന്നുള്ളത് കൊണ്ടാണ് മതഭേദങ്ങൾ, ജാതിഭേദങ്ങൾ തമ്മിലടിക്കാനുള്ള മാർഗം ഇഷ്ടം പോലെ ഉണ്ടാകുന്നത്. ഭ്രമിക്കുന്നവർക്ക് അവരവരുടെ സങ്കല്പമനുസരിച്ച് ഭ്രമിക്കാം. സത്യം കണ്ട ആൾക്കോ സത്യം ആര് കണ്ടാലും ഒന്ന് മാത്രം. വ്യവസായാത്മിക ബുദ്ധിരേഖ കൃഷ്ണൻ പറയുന്നു, അർജുന, നിശ്ചയം വന്ന ഉറപ്പ് വന്ന സത്യബുദ്ധി ഒന്നും മാത്രം, ഒരിക്കലും രണ്ടില്ല. എന്തായാലും ഒരു വസ്തുവിൽ രണ്ടനുഭവം, വസ്തുനുഭവം, ഭ്രമാനുഭവം. വസ്തുവിനെ സംശയാതീതമായി വ്യക്തമായി കാണുന്നത് വസ്തു അനുഭവം. അതാർക്ക് വന്നാലും ഒരേ അനുഭവം, രണ്ടനുഭവം ഉണ്ടാകാൻ ഒക്കില്ല. അതാണ് രണ്ട് സത്യം ഒരിക്കലും ഉണ്ടാകാൻ ഒക്കില്ല. ഇപ്പം ചിലർ പറയുന്നു എന്തിനും ഈ ബോധം എന്ന് പറയുന്നു. എന്ത് ചെയ്യാം, സത്യം ഒന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇന്നും ഒരു സത്യം, നാളെ പിന്നെ വേറൊരു സത്യം, അങ്ങനെ പറയാൻ ഒക്കുമോ? ഇപ്പം പലർക്കും ഒരാഗ്രഹമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഗുരുക്കന്മാരോ സന്യാസിമാരോ ഒക്കെ കണ്ട സത്യം മറ്റുള്ളവർ കണ്ടതിൽ നിന്നും ഭിന്നമാണ് എന്ന് സ്ഥാപിക്കാൻ അതോടെ പോയി, സത്യവും പോയി. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സത്യം തെളിയില്ല. എന്തുകൊണ്ടെന്ന് സത്യം രണ്ടുണ്ടാവാൻ സാധ്യമല്ല. വസ്തു ഒരിടത്തും ഭ്രമതലത്തിൽ വസ്തു ഒരിടത്തും രണ്ടുണ്ടാവാൻ പറ്റില്ല, ഒന്നേ ഉണ്ടാവാൻ പറ്റും. കയറിൽ പാമ്പിനെ കാണുന്നിടത്ത് വസ്തു ആര് കണ്ടാലും കയറ്,
നേരെ മറിച്ച് ഭ്രമിക്കുന്നവർക്ക് പാമ്പെന്ന് ഭ്രമിക്കാം, അതൊരു വടിയാണെന്ന് ഭ്രമിക്കാം, അതൊരു ജലധാരയാണെന്ന് ഭ്രമിക്കാം, വേണമെങ്കിൽ വേറെ പലതുമായും ഭ്രമിക്കാം. ഒരു മരക്കുറ്റിയിൽ ഭൂതത്താനെ കാണുന്നിടത്ത് ഭൂതത്താനാണെന്ന് ഭ്രമിക്കാം, അല്ലെങ്കിൽ ഒരു കള്ളനാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആ മരക്കുറ്റിയെ പലതായിട്ടും ഭ്രമിക്കാം. മരക്കുറ്റിയെ കാണുന്ന വസ്തു കാണുന്ന ഞങ്ങൾക്ക് മരക്കുറ്റി മാത്രം, ആര് കണ്ടാലും വസ്തു മരക്കുറ്റി. ഇതാണ് ഭ്രമവും ഭ്രമാനുഭവം, വസ്തു അനുഭവം. വസ്തുവിൽ ഈ രണ്ടനുഭവവും ഉണ്ടാവാം. വസ്തു പൂർണ്ണമായി അറിയപ്പെടാത്തിടത്തോളം നിശ്ചയമായും അത് അപൂർണമായി അറിയപ്പെടും. അപൂർണമായി അറിയപ്പെടുന്നതാണ് ഭ്രമം എന്ന് പറയുന്നത്. അത് പലതരം ദുരിതങ്ങൾക്കും മാനസിക വികാരങ്ങൾക്കും ഒക്കെ ഹേതുവായി ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതറിഞ്ഞവർ, സത്യം അറിഞ്ഞവർ, എന്തും പൂർണ്ണം എന്നുവെച്ചാൽ ബോധം. ഇവിടെ വേറെ രണ്ടില്ല. പൂർണ്ണമത പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. നമ്മൾ ഇങ്ങനെ ധാരാളം ചൊല്ലാറുള്ള ശാന്തി മന്ത്രമാണല്ലോ. പക്ഷെ ഒരുപാട് പേർക്ക് എന്നാൽ എന്നോട് പറയും, എന്തോ മാസം ഇത് പൂർണ്ണമത പൂർണ്ണമിദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രഹ്മമാണ് എന്നാണ് അർത്ഥം. പൂർണ്ണ വസ്തു ബ്രഹ്മമാണ്. പൂർണ്ണ വസ്തു രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ബ്രഹ്മം. അപ്പൊ പൂർണ്ണമത ഇത് ബ്രഹ്മമാണ്, അത് ബ്രഹ്മമാണ്. പൂർണ്ണമിതം ഇത് ബ്രഹ്മമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ. പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണ്ണമായ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. അതായത് നമ്മളിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, പ്രപഞ്ചം നാമരൂപം, പുതിയ വസ്തുതയില്ല. ആ നാമരൂപമായി കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ്. ലേശം പോലും മാറ്റമില്ല. അതുകൊണ്ടാണ് പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം പൊന്തി കാണപ്പെടുന്നു ഈ ഭ്രമം. അതായത് കയറും പാമ്പും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് കയറ്, അല്ലയോ മനുഷ്യ, നിങ്ങൾ പാമ്പായി കാണുന്നത് കയറ്, അത് അവിടെ കിടക്കുന്നത് കയറ്. പിന്നെ ഞാൻ പാമ്പായി കാണുന്നത് കയറ് പാമ്പായി പൊന്തി വരുന്നു, അത് തന്നെ നിലനിൽക്കുന്നു. പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ. ആ പൂർണ്ണ വസ്തു പൂർണ്ണത്തെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പ്രളയം. അല്ലാതെ അപൂർണമായി ഇവിടെ ഒന്നുമില്ല. പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ബാക്കി എന്ത് നിൽക്കും? ആ പൂർണ്ണം തന്നെ അവശേഷിക്കും. നിരവധി ആഭരണങ്ങളിരിക്കുന്നു. സ്വർണമാണിതെല്ലാം. സ്വർണത്തിൽ നിന്ന് സ്വർണം തന്നെയാണ് വളയായും മോതിരമായും ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോഴും സ്വർണമേ ഉള്ളൂ. അപ്പോ സ്വർണത്തിൽ നിന്ന് ഇതെല്ലാം പൊന്തി വന്നു. ഇനി കുറെ കാലം കഴിയുമ്പോൾ തിരിച്ചെല്ലാം ഉരുക്കി ഒന്നായി. അത് ആ സ്വർണം തന്നെ തിരിച്ചതാ ഒരു കത്തിയായി. ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഒരുപാട് പേർക്കൊരു ആശയക്കുഴപ്പമാണ്. ഇതിനേക്കാൾ ഒരു സത്യമില്ല ആ ഒരു ശാന്തി മന്ത്രം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏത് ഒരു ഫംഗ്ഷന്റെ അവസാനത്തിലും ഈ ശാന്തി മന്ത്രം ചൊല്ലുന്നത്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. മന്ത്രത്തിന്റെ ആകെ കൂടിയുള്ള ചുരുക്കമെന്താ? സർവം ബ്രഹ്മമയം. ഇത്രയേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ ചുരുക്കം അത്രയേ ഉള്ളൂ. അപ്പൊ ഭ്രമാനുഭവം, വസ്തു അനുഭവം. വസ്തു അനുഭവം വന്നയാൾക്ക് ഇവിടെ അപൂർണത ഇല്ല. എന്ത് കണ്ടാലും പൂർണ്ണമായ ആ വസ്തു. നേരെ മറിച്ച് പൂർണ്ണമായ ആ വസ്തു അനുഭവപ്പെടാത്തവർക്ക് പഞ്ചഭൂതങ്ങൾ വേറെയുണ്ട്. ആകാശം, വായു, അഗ്നി. അവ കൂടിച്ചേർന്ന് അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അനന്ത കോടി വസ്തുക്കൾ വേറെയുണ്ട്. നാമരൂപങ്ങളെന്ന് പോലും അവരറിയുന്നില്ല. ഇതാണ് ഭ്രമാനുഭവം. അപ്പോൾ സാധാരണ മനുഷ്യൻ ഭ്രമാനുഭവത്തിൽ നിൽക്കുകയാണ്.
ഭ്രമാനുഭവം എങ്ങനെ സുഖിപ്പിക്കും? സത്യമേവ ജയതി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ജയതി എന്ന് പറഞ്ഞാൽ പരമസുഖം, ധന്യത തരുന്നത് സത്യം മാത്രം. അല്ലാതെ ഒരിക്കലും അസത്യം ധന്യത തരില്ല ജീവിതത്തിന്. അതുകൊണ്ടൊക്കെ ഇപ്പം എന്ത് വേണം മറ്റൊന്നും വേണ്ട. കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, ഈശ്വരനാണ് എന്നങ്ങോട്ട് മനസ്സിൽ ഗാഠമായി ഉറപ്പിച്ച് അനുഭവിക്കുക. എന്തായാലും ഏതനുഭവ സ്ഥലത്തും ഭ്രമമായാലും വസ്തുനുഭവമായാലും വസ്തുവും ഭ്രമവും കൂടെ ചേർന്ന് ഈ രണ്ടനുഭവവും ഉണ്ടാക്കുന്നു. ഇതു രണ്ടിലുമായി അമരുന്ന അഖിലം, ഈ ജഡത്തിലും ബോധത്തിലും. അഖിലം എന്ന് വെച്ചാൽ പ്രപഞ്ചവും സത്യവും എല്ലാം. പ്രപഞ്ചവും സത്യവും എല്ലാം ഇതിലമരുന്നു. പ്രപഞ്ചമായി കാണപ്പെടുന്നതും ഒക്കെ സത്യം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഒരിക്കലും നാശമില്ലാത്ത ഒരു വൃക്ഷമായി, ഒരു പേരാൽ വൃക്ഷമായി കഠോപനിഷത്തും ഗീതയും ഒക്കെ ചിത്രീകരിക്കുന്നത്. ഗീത 15-ാം അധ്യായത്തിൽ തുടങ്ങുന്ന തന്നെ അതല്ലേ, ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസചേതവിത്. ഇതൊരു മുകളിൽ വേരും താഴോട്ട് ശാഖകളുമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ പ്രപഞ്ചം. എന്നിട്ട് ആ വൃക്ഷത്തിന് ഒരിക്കലും നാശമില്ല. ഒരിക്കലും നാശമില്ല എന്ന് വെച്ചാൽ അത് എന്നും ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കും എന്നർത്ഥം. ആ വൃക്ഷം അതായത് ഭ്രമാനുഭവവും ബോധാനുഭവവും ഇത് രണ്ടും ഉണ്ടാവും. മരുഭൂമിയിലെ കാനൽ ജലത്തിൻ്റെ കാഴ്ചയ്ക്ക് മരുഭൂമി ഉള്ളിടത്തോളം അതുണ്ടാവും. സത്യം അറിയുന്നയാൾ ഭ്രമത്തെയും വസ്തുവായി കാണുന്നു. അവൻ ഭ്രമത്തെ മുറിച്ച് തള്ളും എന്ന് വെച്ചാൽ ഇല്ലെന്നറിയും, അത്രേ ഉള്ളൂ. ഇല്ലെന്നറിയും. അല്ലാതെ എങ്ങനെയാണ് മുറിച്ച് തള്ളുന്നത്? മരുഭൂമിയിലെ കാനൽ ജലത്തെ ഇറച്ചു പറ്റിച്ചിട്ട് മരുഭൂമിയെ കാണാൻ പറ്റുമോ? മരുഭൂമി നടന്നു നോക്കി കുറെ കഴിഞ്ഞോട്ട് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും വെള്ളമുണ്ടെന്ന് തോന്നും. പക്ഷെ നടന്ന് നോക്കിയാൽ വെള്ളത്തെ വറ്റിച്ചു കഴിഞ്ഞു. വെള്ളത്തെ വറ്റിച്ചു കഴിഞ്ഞു. അതാണ് ഗുരുദേവൻ തന്നെ ആത്മോപദേശത്തിലെ എല്ലാം അറിവായി മാറുകയാണ്. ബോധത്തിന്റെ വ്യക്തമായ സാക്ഷാത്കാരത്തിൽ ജഡം മുഴുവൻ ബോധമായി മാറുകയാണ്. അല്ലാതെ ജഡത്തെ മാറ്റി നിർത്താൻ ഒക്കില്ല. എന്ന് പറഞ്ഞാൽ സ്വർണത്തിലെ ആഭരണ രൂപങ്ങളെ അങ്ങോട്ട് മാറ്റിയിട്ട് സ്വർണത്തെ അറിയാനൊക്കുമോ? അവിടെ ആഭരണ രൂപങ്ങൾ പ്രത്യേകം വസ്തു ഉണ്ടാക്കുന്നില്ല, വെറും ഭ്രമം. ഭ്രമത്തെയും വസ്തുവായി കാണുക. അല്ലാതെ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളും പരിത്യജിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒരുപാട് ആളുകൾ അതൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ഗീതാവാക്യം കേട്ടിട്ട് വീടുമൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഇവിടെയൊക്കെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. ആ ശഹിധ്വജന്റെയും ചൂടാലയുടെയും കഥ ഇതന്നെ അതല്ലേ. കാട്ടിൽ പോയി കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്തെങ്കിലേ സത്യം കിട്ടൂ. എന്ത് സത്യം കിട്ടാനാണ്? നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഭ്രമം. ഇതങ്ങനെ മുറിച്ചു മാറ്റാനോ ഒന്നും സാധ്യമല്ല. ഈ ഭ്രമത്തെയും കൃത്യമായി അറിയുക. അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള നമ്മുടെ സത്യദർശികൾ പറയുന്നത് നല്ല വ്യക്തമായി വിശ്വസിച്ചുകൊണ്ട് അതിലും ഒക്കെ വസ്തുവിനെ തന്നെ കാണുക. ഗുരുദേവൻ ആത്മോപദേശതകത്തിലെ 50-ാം പദ്യത്തിൽ പറയും. ആത്മോപദേശതകം 50-ാം പദ്യം. നിലമുടു നീരതുപോലെ കാറ്റു തീയും, ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് തന്നെ. നിലമുടു നീരതുപോലെ കാറ്റു തീയും പഞ്ചഭൂതങ്ങൾ. നിലം, ഭൂമി, കാറ്റ്, നീര്, ജലം. നിലമുടു നീര്, അതുപോലെ കാറ്റു തീയും, വെളിയും ആകാശം, വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും ഒക്കെ ജഡം.
അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും തിരമാലകളും സമുദ്രവും എന്നുവേണ്ട എല്ലാ ഉലകും അനന്തകോടി ബ്രഹ്മാണ്ടം ഉയർന്ന അറിവായി മാറിടുന്നു. സത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ലേ? അത് സ്വന്തം അഹന്തയെ ശമിപ്പിച്ച് ഏതാണ്ട് മനസ്സിന്റെ നിർവികൽപ്പാവസ്ഥയിൽ ആ ആനന്ദം മറ്റൊക്കെ വിട്ട് അനുഭവിക്കുന്ന ആൾക്കേ അതറിയാൻ ഒക്കും. ഗുരുദേവൻ പറയുന്നത് പോലെ അഖണ്ഡമാം ചിത്ഖനനിതു മൗനഘന അമൃതാബ്ധി. മൗനഘന അമൃതാബ്ധി ആണ് ആ അറിവ്. അതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനൊക്കെ ഇത് ശ്രമിച്ചു നോക്കുക പറ്റുമെന്നും നിശ്ചയമായിട്ടും അനുഭവിക്കും. ഇത് ഭാവന ചെയ്ത് ഉറപ്പിക്കുക. എല്ലാം ബ്രഹ്മമാണ്. നിലമുടും നീരതുപോലെ കാറ്റു തീയും വെളിയും ആകാശം അഹങ്കൃതി വിദ്യയും മനസ്സും ഒക്കെ ജഡമാണ്. അഹങ്കാരവും വിദ്യയും മനസ്സും അലകളും ആഴിയും തിരമാലകളും സമുദ്രവും എന്നുവേണ്ട എല്ലാ ഉലകും പ്രപഞ്ചം മുഴുവൻ ഉയർന്ന് അങ്ങോട്ട് ഈ മറ മാറിയിട്ട് വാസ്തവത്തിൽ ഉയരുകയല്ല, ഈ മറ മാറുമ്പോൾ അങ്ങനെ തോന്നുക ഉയർന്ന് അറിവായി മാറിയിടുന്നു. എല്ലാം ബ്രഹ്മമായി മാറുന്നു, അറിവായി മാറുന്നു. അവിടെയാണ് ഭ്രമാനുഭവത്തെ മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതിന് ഒരു പ്രത്യേക പരിതസ്ഥിതി ഉണ്ടാക്കിയിട്ടോ പ്രത്യേക സാധനകൾ ചെയ്തിട്ടോ സാധ്യമല്ല. വിചാരം കൊണ്ട് വസ്തു ഒന്നാണെന്നറിയണം. വസ്തുബോധോ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭ്യോ. ലേശം പോലും കർമ്മകോടികൾ, അതായത് യജ്ഞങ്ങൾ പോലുള്ള കർമ്മങ്ങൾ ജീവിതം മുഴുവൻ ചെയ്താലും വസ്തു പിടികിട്ടില്ല. ശാസ്ത്രീയമായി ഇത് ചിന്തിച്ചുറപ്പിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ബോധമുണ്ടോ? ആവർത്തിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുമായി തർക്കിച്ചൊക്കെ നോക്കുക. ബോധമുണ്ടോ? പ്രപഞ്ചമുണ്ട്. ബോധമില്ലേ? പ്രപഞ്ചമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചമൊക്കെ ബോധം തന്നെ, ബ്രഹ്മം തന്നെ. പിന്നെ വേദാന്ത ശാസ്ത്രത്തിൽ വേറെ യുക്തികൾ നിരവധിയുണ്ട്, നിരവധി യുക്തികൾ. അതൊക്കെ വായിച്ച്, പുസ്തകങ്ങൾ വായിച്ച് തമ്മിൽ ചർച്ച ചെയ്തും സ്വയം ചിന്തിച്ചും പരമസത്യമാണ് നമുക്ക് കിട്ടുന്നത്. ശാസ്ത്രീയമായ സത്യം അത് ചിന്തിച്ച് അനുഭവിക്കണം, എങ്കിലേ പറ്റുള്ളൂ. എന്തായാലും ഇത് ഭ്രമാനുഭവത്തിലാണ് പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത്. ഏതിൽ? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധസത്തയിൽ അങ്ങനെ ഈ ജഡപ്രപഞ്ചം യഥാർത്ഥത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യമല്ല. അപ്പോൾ ഇതെങ്ങനെ തോന്നുന്നു? മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ തോന്നുന്നു. നല്ല വിചാരം ചെയ്തിട്ട് ഇതില്ലാത്തതാണെന്ന് ഉറപ്പിച്ചിട്ട് അടിക്കടി നൽകുക നിന്നില്ല. ഓരോ കാൽവയ്പിലും എന്ന് പറഞ്ഞാൽ ഓരോ ദൃശ്യം കാണുമ്പോഴും ദൃശ്യം നാസ്തീതി ബോധേന. വാസിഷ്ഠം ആദ്യം തന്നെ പറയും, ദൃശ്യം കാണുന്നു, നമ്മൾ സൂര്യനെ കാണുന്നവിടെ സൂര്യനില്ല എന്നുറപ്പിക്കൂ. അതങ്ങനെ കാണുന്ന സൂര്യനെ ബോധമാണത്. അവിടെ വളയില്ല, അത് സ്വർണമാണെന്ന് ഉറപ്പിക്കൂ. എന്തിനാ വള എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നത്? ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം. മനസ്സിൽ നിന്ന് ദൃശ്യത്തെ മാറ്റൂ. എന്നിട്ട് എങ്ങനെ മാറ്റും? സ്വർണമാണെന്ന് ഉറപ്പിക്കൂ. അപ്പോൾ ദൃശ്യം മാറിത്തരും. അപ്പോൾ ദൃശ്യം ഉണ്ടെങ്കിൽ പോലും ഇല്ല. അതാണ് ഈ സ്വർണം. പിന്നെ ഏത് വള? ഇത് ബ്രഹ്മം. പിന്നെ ഏത്? സൂര്യൻ. അങ്ങനെ മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം ചേത്. അത് നേടാൻ കഴിഞ്ഞാൽ ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം ചേത് തതുത്പന്ന പരാ നിർവാണ നിർവൃത്തി. പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. പറ്റാതിരിക്കാനൊന്നുമില്ല. ദൃശ്യത്തെ ഒരു കമ്പും എടുത്തുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ദൃശ്യത്തെ അടിച്ച് പുറത്താക്കാനൊന്നും പോകില്ല.
ദൃശ്യം കണ്ടാലുടൻ തന്നെ ബ്രഹ്മം അങ്ങനെ ഒരു ദൃശ്യമില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. കുറെ കഴിയുമ്പോൾ മനസ്സങ്ങനെ ശുദ്ധമായിട്ട് അസാധാരണമായ ആനന്ദവും തൃപ്തിയും അനുഭവപ്പെടും. ബ്രഹ്മം നമുക്ക് എന്താണെന്ന് പിടികിട്ടുകയും ചെയ്യും. എന്തായാലും ഭ്രമാനുഭവം, ഞാൻ ഇത്രയും പറഞ്ഞത് ഭ്രമാനുഭവത്തെ എങ്ങനെ മാറ്റാം. പ്രപഞ്ചം ഭ്രമാനുഭവം, വസ്തുബോധം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ ഭ്രമാനുഭവത്തെ എങ്ങനെയാണ് മാറ്റുക? ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കൂ എല്ലാം. അതാണ് അടിക്കടി എത്ര എത്ര മനോയാതി എവിടെ മനസ്സ് ചെന്ന് പറ്റുന്നോ ബ്രഹ്മം തീർന്നു. ആ നാമം ഉച്ചരിച്ചാൽ പോലും, ഇപ്പൊ പുസ്തകം എന്ന നാമം ഉച്ചരിച്ചാൽ പോലും ബ്രഹ്മം കൂടെ ഉച്ചരിക്കൂ. വള എന്താ? സ്വർണം. മാല എന്താ? നാമരൂപം നമ്മൾ അറിയുന്നു, സാരമില്ല. അതിൻ്റെ കൂട്ടത്തിൽ വസ്തുവിനെ കൂടെ ഉച്ചരിച്ചോളൂ. മാല സ്വർണം, സംശയം എന്താണ്? അതുപോലെ ഇവിടെ എന്ത് വസ്തു കണ്ടാലും ബ്രഹ്മൊന്നുകൂടെ ഉച്ചരിച്ചുള്ളൂ. ആദ്യം ആചാര്യസ്വാമികൾ പറയുന്നത്, നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ പോലും ഈ ഉള്ള വസ്തുവിനെ കൂടെ ഉച്ചരിച്ചോളൂ. എന്താ ഇപ്പം ഇതുകൊണ്ട് നഷ്ടം വരുന്നത്? എന്ത് കണ്ടാലും ഇതുകൂടെ ഒന്ന് ഉച്ചരിച്ച് നോക്കിയാട്ട് എന്ത് ഫലം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. എന്ത് കണ്ടാലും ബ്രഹ്മം ഒന്നുകൂടെ ഉച്ചരിച്ചോളുക. മറ്റേ പേരും ഉച്ചരിച്ചോളുക, ഒരു വിരോധവുമില്ല. അതിന്റെ കൂട്ടത്തിൽ ബ്രഹ്മം. ഇങ്ങനെ ഭ്രമാനുഭവത്തെ ബ്രഹ്മമാക്കി മാറ്റുക. ഭ്രമാനുഭവവും വസ്തു അനുഭവവും ബോധാനുഭവവും ഈ ചിജ്ജടങ്ങളിൽ രണ്ടിൽ ഒതുങ്ങുന്നു. എല്ലാം അതിലുണ്ട്, എല്ലാം. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ. അതാണല്ലോ നമ്മുടെ ഫോർമുല. എപ്പോഴും ഓർമ്മിച്ചുകൊള്ളുക. നമ്മുടെ ഫോർമുല എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഇതെന്റെ ഫോർമുല എന്നല്ല, ഉപനിഷത്തിന്റെ ഫോർമുല. എന്താ? അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ സത്യം ഇതാ. വെറും 3 വാക്കുകളിൽ: ബോധം, നാമം, രൂപം. ബോധം, നാമം, രൂപം. ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ, ജീവോ ബ്രഹ്മയുവ. ജീവൻ ബ്രഹ്മം തന്നെ. ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ വേറെ വേറെ ഇല്ല, ബ്രഹ്മസത്യം തന്നെയാണ്. അനേന വേദ്യം സത്ശാസ്ത്രം. നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയേ ഉള്ളൂ. ഇത്ര വ്യക്തമായിട്ട് ഇത് ശാസ്ത്രീയമായി പറഞ്ഞു തന്നാലും അത് കേൾക്കില്ല, ചിന്തിക്കില്ല എന്ന് പറയുന്നവരെ ആര് രക്ഷിക്കാൻ പോകുന്നു? അതാണ് ഈ കാണുന്ന കോലാഹല ശാസ്ത്രജ്ഞന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ വേണ്ടത് തന്നെ. ശാസ്ത്രവും അന്ന് സംസ്കാരവും ഒക്കെ വേണം. പക്ഷെ സത്യത്തെ മറന്നിട്ട് എന്ത് ചെയ്താലും ദുഃഖം, ദുഃഖം, ദുഃഖം. കാരണം മതമാത്സര്യങ്ങൾ വർദ്ധിക്കും, അഹങ്കാരവും മാത്സര്യവും വർദ്ധിക്കും. അതുകൊണ്ട് ബോധം, നാമം, രൂപം, ഈ 3 വാക്കുകളിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സത്യം സ്ഥിതി ചെയ്യുന്നു എന്ന് ഓർമ്മിക്കുക. ഓർമ്മിച്ചുകൊണ്ട് ഗുരുദേവൻ എൻ്റെ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുക. ഈ പഞ്ചഭൂതങ്ങളിലൊന്നും അടയാനിടവരാതെ അടിക്കടി നൽകുക. നിന്നില ഇന്നു നമുക്ക് അതുതന്നെ മതി, മറ്റ് നമുക്കൊന്നും ആവശ്യം. വാസ്തവത്തിൽ ഇതങ്ങോട്ട് ഉറപ്പിച്ചാൽ എവിടെ നേരം വെളുത്തെണീറ്റ് ഗംഭീരമായി അവനവന്റെ കർമ്മപദ്ധതികൾ നടത്തുക. ഉള്ളിലിരുന്ന് ഈ സത്യം പറയും, നീ ഇന്നത് ചെയ്താൽ മതി, ഇന്നടത്തോട്ട് പോയാൽ മതി, ബാക്കിയൊക്കെ അവിടുന്ന് കിട്ടും. മനസ്സ് ശുദ്ധമാവും. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠത്തെ. കൃഷ്ണൻ പറയുക, എടോ രാഗദ്വേഷങ്ങളില്ലാതെ എല്ലാം ബ്രഹ്മമാണെന്നുറപ്പിച്ച് നീ കർമ്മം ചെയ്താൽ നിനക്ക് മനസ്സ് പ്രസന്നമാവും. പ്രസന്നചേതസോഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠത്തെ. ലൗകികവും ആധ്യാത്മികവുമായ ബുദ്ധി തെളിഞ്ഞു നിൽക്കും. എങ്ങോട്ട് നോക്കിയാലും ബ്രഹ്മം. ഈ വ്യവഹാര രംഗത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്,
ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എല്ലാം ആ സത്യം